എടാ, നീ ചെയ്യുന്നൊന്നും ശരിയല്ല. നിന്നോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ നിനക്ക് ഫീലാവെന്ന് വെച്ചിട്ടാണ് ഞാൻ. ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ, കട്ട്. നീനു എന്നല്ലേ പേര് പറഞ്ഞേ? അതെ സർ. നീനു നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി ഒന്ന് റിയലിസ്റ്റിക് ആവണം. അതെ, മോശമാണെന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മളൊരു ക്യാരക്ടർ തരുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറാൻ തനിക്ക് സാധിക്കണ്ടേ? അത് പറ്റുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, ഇനിയിപ്പം വേറെന്തേലും വേണ്ട പോയിക്കോട്ടെ. എന്നാൽ പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ സർ. പോയിക്കോളൂ. അപ്പം എന്നാ തോന്നേ? ഇതിപ്പോൾ നമ്മുടെ കാസ്റ്റിംഗ് കഴിഞ്ഞല്ലേ? ചുമ്മാ ബാക്കപ്പ് വന്നോട്ടെ. തൻ്റെ കാസ്റ്റിംഗ് എത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എന്തുപറ്റി? ഇത് ശരിയായില്ലേ? ഇല്ല. എന്താണ്ടായേ? എന്ത് സ്ഥിരം പരിപാടി തന്നെ. കാസ്റ്റിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഇമ്പ്രൂവ് ആക്കണം എന്ന്. ഏയ്, കാസ്റ്റിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ആൾക്കാരെ വിളിച്ച് ഷോഫ് കാണിക്കുമോ? അവർക്ക് ഞാൻ ആ ക്യാരക്ടർ ആവണം പോലും, റിയലിസ്റ്റിക് ആവണം എന്ന്. പിന്നെന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നിനക്ക് ആ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ബോസ് പറഞ്ഞ പോലെ ആ പാർട്ട് ടൈം ജോബ് ഫുൾ ടൈം ആക്കാൻ നോക്ക്. അതായിരിക്കും ബെറ്റർ. എടോ, ഞാൻ പ്രാക്ടിക്കലായി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. നീ അത് വിട്. പ്രാക്ടിക്കലോ? എന്ത് പ്രാക്ടിക്കൽ? എനിക്ക് ആ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നീയാണ് തീരുമാനിക്കുന്നത്. എടോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. നിർത്ത്. നീ എന്നോട്ട് ഈ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്? നിനക്കൊണ്ടായിരുന്നല്ലോ കുറെ പാഷനും മണ്ണം കട്ടയൊക്കെ. എന്നിട്ട് അതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി കംഫർട്ട് സോണും പിടിച്ചിരിക്കുക. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ എനിക്ക് തോന്നിയേ പറഞ്ഞേ ഉള്ളൂ. എന്നാൽ അങ്ങനെ തോന്നി നീ എന്നോട് പറയാൻ നിൽക്കണ്ട. ഡീ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൂ. പ്ലീസ്. പിന്നെ ഇങ്ങനാണല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ നീ പറ. ഒന്നും ചെയ്യണ്ട. ഡീ, എന്നാ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമോ? നീ ഒന്ന് പോയേ. ഡീ, ഇതൊരു യൂഷ്വൽ ഗെയിമൊന്നുമല്ല. നിന്റെ ആക്ടിങ് കൂടി ഇമ്പ്രൂവ് ആവും. അതെന്ത് ഗെയിമാ? ഇന്ന് ഓഫീസിൽ ഞങ്ങളെ സ്ട്രെസ് കുറയ്ക്കാനും തമ്മിൽ മനസ്സിലാക്കാനും ബോസ് പറഞ്ഞു തന്നൊരു ഗെയിമാണ്. ആ, നീ പറ. അതായത് 1 അവറിലേക്ക് ഞാൻ നീയാകുന്നു, നീ ഞാനാകുന്നു. മനസ്സിലായില്ല. ഡാ, നമ്മുടെ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്യുന്നു. വട്ട് ഗെയിം ആണല്ലോ. അതൊന്നുമില്ല, നീ വാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിട്. ഇരിക്കി. ഇപ്പം സമയം 5:45. കറക്റ്റ് 6 മണിക്ക് നമ്മൾ ഗെയിം തുടങ്ങുന്നു. നിനക്ക് എന്നെ പോലെ ആവാൻ പറ്റുമോ നമുക്ക് നോക്കാലോ. ഓ പിന്നെ. നീ ഒരു കാര്യം ചെയ്യ്, ക്യാരക്ടർ പിടിച്ചിരി, ഞാൻ ഇപ്പം വരാം.
നമ്മളൊരു ക്യാരക്ടർ തരുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറാൻ തനിക്ക് സാധിക്കണ്ടേ? അത് പറ്റുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ആരായിരുന്നു ഫോണിൽ? അതാ ഓഫീസിലെ ജിബിന. ഞാൻ വിചാരിച്ചു ഇനി നിന്റെ വല്ല കാമുകന്മാരായിരിക്കും. കാമുകനോ? ഓ, ക്യാരക്ടർ. ക്യാരക്ടറോ? എന്ത് ക്യാരക്ടർ? 24 മണിക്കൂറും നിന്റെ തലയിൽ അഭിനയം തന്നെയല്ലേ? ഉണ്ടായിരുന്ന ഒരു ജോലിയും കളഞ്ഞ് ചുമ്മാ. നീ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വന്നേ. വെള്ളം. ആ, ഹർഷനായിരുന്നു നിന്നെ നേരത്തെ വിളിച്ചത്. ആ, എന്തേ? എന്നിട്ട് നീ എന്താ എന്നോട് നേരത്തെ പറയുന്നത്? എന്ത് പറയാൻ? നീ എൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തല്ലേ? അതവിടെ കണ്ടപ്പോൾ നോക്കിയതാ. ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. എന്തു മോശമോ? അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ കണ്ടത്. നീ എന്ത് കണ്ടു എന്ന് നീ പറയണേ. ചുമ്മാ ഒരൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനായിട്ടുള്ള കമ്പനി ഉപേക്ഷിക്കാൻ? അത് നമ്മുടെ റിലേഷൻ നല്ലതല്ലെന്ന്. അവനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ. ചിലപ്പോൾ എനിക്ക് അവനെ വിളിക്കേണ്ടിക്ക് വരും. അതിനിപ്പോൾ എന്താ? നീ ആരെ വെച്ചാ വിളി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താ നീ കേട്ടിട്ടുള്ളത്? ഇന്നിവിടെ കഴിക്കാൻ എന്താ ഉണ്ടാക്കിയേ? കഴിക്കാൻ ഞാനോ? നിനക്കറിയില്ല എനിക്ക് വർക്കുള്ള കാര്യം. ഇനി അതുകൂടെ ഞാൻ ചെയ്യണോ? ആ, എനിക്ക് കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആടാ പറയടാ. എടാ, നീ റൂമിലെത്തിയോ? ആ, ഓഫീസിൽ നിന്ന് ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. കഴിച്ചോ നീ എന്തേലും? ഇല്ല, ഒന്നും കഴിച്ചില്ല. അതെന്തേ? അതിനിവിടെ ഒന്നുമില്ല. അതെന്ത് പറ്റി? നീനുമില്ല അവിടെ? അവൾക്ക് വർക്കുണ്ടോ? ആ, അവളിവിടെ ഉണ്ട്. അവൾക്ക് എന്തോ കാസ്റ്റിംഗ് മറ്റോ ഉണ്ടായിരുന്നു. കാസ്റ്റിങ്ങോ? നീ എന്തായാലും ഇറങ്ങ്, നമുക്ക് കഴിക്കാം. ആ, ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ഇറങ്ങാം. ആ, ഓക്കെ. അവളുണ്ടാവില്ലേ? അവളുണ്ടാവില്ല. ആ, ഓക്കെ. ശരി. ശരിടാ. എല്ലാവർക്കും നീ എന്താ ചെയ്യുന്നത് ചോദിക്കാനേ നേരമുള്ളൂ. എബിനും ഇപ്പം അതാ ചോദിച്ച്. അവനോട് പോയി പണി നോക്കാൻ പറ. എന്ത്? അവനോടെ പോയി പണി നോക്കാൻ പറയാൻ. അവനാണോ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? വെറുതെ എൻ്റെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് വലിച്ചേക്കാൻ നിൽക്കണ്ട. അവനോട് നമ്മുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് പറ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കേണ്ടി വരും. എന്നാ പിന്നെ നീ ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. ആ, പറയും. ഇനിയും പറയും. നീ എന്ത് ചെയ്യും? നീനു, സോറി. തനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുണ്ടോ? എനിക്കാ തെറ്റി. നമുക്ക് അടുത്ത തവണ നോക്കാം.